നമസ്കാരം നികേഷ്, നിങ്ങളെല്ലാവരും ആ ടി വി ചാനലൊന്ന് ഓഫ് ചെയ്യൂ. നിങ്ങളെല്ലാവരും ആ സ്റ്റുഡിയോ എന്ന് ഇറങ്ങിയിട്ട് നിങ്ങളുടെ സ്റ്റുഡിയോയുടെ വെളിയിൽ ആകാശത്തിൽ ഇപ്പോൾ പ്രളയത്തിൻ്റെ ക്ലൈമറ്റാണ് മുല്ലപ്പെരിയാറിൽ. വിനു വി ജോൺ, ഷാനി പ്രഭാകർ, എം വി നികേഷ് കുമാർ, രശ്മി, ശ്രീലക്ഷ്മി, ഉണ്ണികൃഷ്ണൻ, ദീന, അഞ്ജന തുടങ്ങിയവരുടെ ശ്രദ്ധയ്ക്ക് നിങ്ങളുടെ ചാനൽ ടി വിയൊക്കെ ഒന്ന് ഓഫ് ചെയ്തിട്ട് സ്റ്റുഡിയോയിൽ നിന്നും വെളിയിലിറങ്ങിയിട്ട് ആകാശത്ത് എന്ത് ക്ലൈമറ്റാണെന്ന് നോക്കൂ. മുല്ലപ്പെരിയാറിൻ്റെ ആകാശത്ത് ഉൾപ്പെടെ 37,000-ൽ പരം ട്രില്യൺ ലിറ്റർ മഴമേഘങ്ങൾ രൂപപ്പെട്ടിട്ടുണ്ട്. ഞാനിപ്പോൾ ആസാമിലെ പ്രളയത്തിൽ നിന്ന് 10 ലക്ഷം പേരെ രക്ഷിച്ചു. ഒറീസയിൽ നിന്ന് 7 ലക്ഷം ആൾക്കാരെ പ്രളയത്തിൽ നിന്ന് രക്ഷിച്ചു. മോദിയുടെ സ്വന്തം നാട്ടിൽ നിന്ന് ഗുജറാത്തിൽ നിന്ന് 5 ലക്ഷം പേരെ രക്ഷിച്ചു. രാഹുൽ കോട്രോച്ചിയുടെ മണ്ഡലമായ റായ്ബ്രോയിലിൽ നിന്നും പ്രളയത്തിൽ നിന്നും 45,000 പേരെ രക്ഷിച്ചു. 2018 പ്രളയം, 2019 പ്രളയം, പ്രിയങ്ക രാജീവിൻ്റെ മണ്ഡലമായിരുന്ന വയനാട്ടിൽ നിന്നും 2 പ്രളയത്തിൽ നിന്ന് ഞാൻ രക്ഷിച്ചു. ഇപ്പം ഇനിയും ഈ മുല്ലപ്പെരിയാർ ഇപ്പോൾ 1999 ഡിസംബർ 31 മുതൽ 9,708 ദിവസം നിങ്ങളുടെ ആരിൽ നിന്നും 1 രൂപ പോലും വാങ്ങാതെ ഞാൻ രക്ഷിച്ചു കഴിഞ്ഞു. തുടർന്ന് രക്ഷിക്കുന്നതിനായിട്ട് എല്ലാവരും 99 രൂപ ഫീസ് നൽകിയാലേ സൺമൂൺ ലൈറ്റ് ഓൺ ചെയ്ത് നിങ്ങളെയൊക്കെ രക്ഷിക്കാൻ എനിക്ക് സാധിക്കും. ഇത് കൂടാണ്ട് നിങ്ങളുടെയൊക്കെ ഉൾപ്പെടെ ഓഫീസുകൾക്ക് സമീപം എല്ലാ ജില്ലയിലും ഓഫീസ് തുടങ്ങി എൻ്റെ സ്റ്റാഫുകളെ അപ്പോയിൻറ്റ് ചെയ്താലേ എനിക്ക് രക്ഷിക്കാൻ സാധിക്കൂ. ഇന്ത്യയുടെ പ്രസിഡന്റ്, പ്രധാനമന്ത്രി അഭിലാഷ് അതുമാത്രമല്ല, ഇതുവരെ സൗജന്യമായി രക്ഷിച്ചതിന് ഓരോ ദിവസം ഇപ്പം മൊബൈൽ റീചാർജ് ചെയ്യുന്നതിനും നിങ്ങളുടെ ചാനൽ കാണുന്നതിനും മറ്റ് സബ്സ്ക്രിപ്ഷൻസ്, OTT, ഡിഷ് TV, KCB, വാട്ടർ ബില്ല്, അങ്ങനെയൊക്കെ ഓരോ ചിലവുകൾക്ക് നിങ്ങൾ കാശ് കൊടുക്കുന്നില്ലേ? ഇതൊക്കെ വർക്കാവണമെങ്കിൽ സൺലൈറ്റ് ഫീസ് ഉണ്ടെങ്കിലേ വർക്കാവത്തുള്ളൂ. സൺലൈറ്റ് ഇല്ലെങ്കിൽ മുല്ലപ്പെരിയാറില്ല, കേരളം ഇല്ല, നികേഷ് കുമാർ ഇല്ല, ഏഷ്യാനെറ്റ് ഇല്ല, മാതൃഭൂമി ഇല്ല, VD സതീശൻ ഇല്ല, രമേശ് ചെന്നിത്തല ഇല്ല, ആരുമില്ല. ഞാൻ മാത്രമേ ഉണ്ടാകത്തുള്ളൂ. ഇന്ത്യയുടെ പ്രസിഡന്റ്, പ്രധാനമന്ത്രി അഭിലാഷ്. ഡിക്റ്റേറ്റർഷിപ്പ്.